ഇന്നത്തെ വീഡിയോ ശരീരത്തിലുണ്ടാകുന്ന കുരുക്കളുടെ പ്രധാന കാരണം. മുഖക്കുരു പോലെ തന്നെ ഒരു പ്രശ്നമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ. മുഖക്കുരു ഉണ്ടാകുന്നത് പോലെ തന്നെ കൈകളിലും കൈയുടെ രണ്ട് വശത്തും അതുപോലെ തന്നെ പുറകു ഭാഗത്തും ശരീരത്തിലെ പല ഭാഗങ്ങളിൽ കുരുക്കൾ വരാറുണ്ട്. ചിലവർക്ക് റെഡിഷ് ആയിട്ടായിരിക്കാം, ചിലവർക്ക് ബ്ലാക്ക് സ്പോട്ട് പോലെ ആയിരിക്കാം. അത് കുറെ നാൾ കഴിയുമ്പം ശരീരം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് പലരും അത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതുപോലുള്ള കുരുക്കൾ വരുന്നതിന് പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. ശരീരത്തിലുണ്ടാകുന്ന പാടുകൾക്കും കുരുക്കൾക്കും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഹോർമോണൽ വ്യതിയാനം കൊണ്ട് സംഭവിക്കാറുണ്ട്. പാരമ്പര്യ ഘടകങ്ങൾ, പൂർവികർക്ക് അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരും തലമുറകൾക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ശരീരം വിയർക്കുകയും അത് മുഖാന്തരം കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിയർക്കുന്ന ശരീരമാണെങ്കിൽ സ്വെറ്റ് ഗ്രന്ഥി കൂടുതലായിട്ട് വിയർപ്പ് സെക്രീറ്റ് ചെയ്യുന്നതിലൂടെ ചിലർക്ക് വിയർപ്പിന്റെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ചെറിയൊരു ചൂട് പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത്തരക്കാർക്കും ശരീരത്തിൽ കുരുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നതിലൂടെ, ഡ്രൈനെസ് കൂടുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകും. ജങ്ക് ഫുഡുകൾ, ഓയിൽ ഫുഡുകൾ, സ്പൈസി ഫുഡുകൾ, അതുപോലെ തന്നെ ഫാറ്റി ഫുഡുകളൊക്കെ കൂടുതലായി കഴിക്കുന്നതിലൂടെ കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ജോലി സംബന്ധമായ സ്ട്രെസ് ഉള്ളവരും ടെൻഷൻ അടിക്കുന്നവരും ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾ ഉള്ളവരും അതുപോലെ തന്നെ അതിനടിസ്ഥാനപരമായ മരുന്നുകൾ എടുക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ശരീരത്തിൽ കുരുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാഗ് യൂസ് ചെയ്യുന്നവർ ഷോൾഡറിലോ അല്ലെങ്കിൽ പുറകുവശത്തോ തൂക്കിയിടുന്നതിലൂടെ അവിടെ നമുക്ക് കൂടുതലായിട്ട് വേർക്കുന്ന ഏരിയകളാകുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിലൂടെയും കുരുക്കൾ വരാനുള്ള സാധ്യത ഉണ്ട്. കോമഡോജനിക്കും അതുപോലെ തന്നെ പാരബൻ ഫ്രീ അല്ലാത്തതായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകളുടെ നിരന്തരമായ ഉപയോഗത്തിലൂടെയും ശരീരത്തില് കുരുക്കൾ ഉണ്ടാകുന്നുണ്ട്. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലം എന്നോണം ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഹെയർ കെയർ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിലൂടെ, ഹെയർ ക്രീമുകൾ, ഷാമ്പുകൾ, ഹെയർ ഡൈകൾ, ഹെയർ കളറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എണ്ണമയമുള്ള ശരീരത്തിൽ കുരുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സെബം സെക്രീഷൻ കൂടുതലായിട്ട് ഉള്ളവർക്ക് ഓയിലി സ്കിന്നാണ് അത്തരത്തിലുള്ള ചർമ്മം എന്ന് പറയുന്നത്. അത്തരക്കാർക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ശരീരത്തിലും കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. ശരീരം വേർക്കുന്ന പ്രകൃതമുള്ളവർക്ക് ശരീരത്തിൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യത ഏറെയാണ്. ബാക്ടീരിയയുടെ വളർച്ച കാരണവും കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തലയിലുണ്ടാകുന്ന താരൻ കാരണം അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ കാരണം ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകുന്നുണ്ട്. വൈറ്റമിൻ എ, ഡി അല്ലെങ്കിൽ വൈറ്റമിൻ K2യുടെ ഡെഫിഷ്യൻസി കൊണ്ട്, കുറവ് മൂലം ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകുന്നു. ഈ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കൂടുതലായിട്ട് രണ്ട് കൈകളുടെ ഭാഗങ്ങളിലായിട്ടായിരിക്കും കുരുക്കൾ ഉണ്ടാകുന്നത്. ഇത്രയും ഫാക്ടേഴ്സുകൾ കൊണ്ടാണ് പൊതുവായിട്ട് നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന കുരുക്കൾക്ക് സാധ്യത. അപ്പോൾ നമ്മൾ ഇതിനെ തടയുവാനായിട്ട്, ഇത് കുറയ്ക്കുവാനായിട്ട്, ഇതിന് ട്രീറ്റ്മെന്റ് എന്നോളം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കണം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ ഇതുപോലെ ശരീരത്തിൽ നിങ്ങൾക്ക് കുരുക്കൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനോട് പറയുന്നതിലൂടെ യഥാർത്ഥ ഫാക്ട്, അതിന്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് അവർക്ക് നിങ്ങളോട് പറയുവാനും അവർക്ക് അതിനൊത്തവണ്ണം ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകുവാനും സാധിക്കും. 2, ഇറുകിയ വസ്ത്രങ്ങൾ ഇടുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അയവുള്ളതും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരം നിർജ്ജലീകരണമാകാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ എപ്പോഴും ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കിടക്കുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കിടക്കാൻ ശ്രദ്ധിക്കുക. കോസ്മെറ്റിക് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ കൃത്യമായിട്ട് മുഖത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഫേസ് വാഷ് ചെയ്യുക. വിയർക്കുന്ന ശരീരമാണെങ്കിൽ 2 നേരം കുളിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. തലയിൽ ഷാമ്പു യൂസ് ചെയ്യുന്നവർ ശരീരത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഷാമ്പു പൂർണ്ണമായിട്ട് കഴുകി റിമൂവ് ചെയ്യേണ്ടതാണ്. മുൾട്ടാനി മിട്ടി പോലെയുള്ള ഓർഗാനിക് ക്ലേ കൊണ്ട് ശരീരം ആഴ്ചയിൽ ഒരിക്കോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും ശരീരത്തെ പൂർണ്ണമായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശരീരത്തിൽ കുരുക്കൾ ഉണ്ടെങ്കിൽ അതിൽ എപ്പോഴും കൈകൊണ്ട് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോൺ കോമഡോജനിക് ആയിട്ടുള്ളതും പാരബൻ ഫ്രീ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ പ്രത്യേകമായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തലയിൽ ഡാൻഡ്രഫ് ഉള്ളവർ ഉടൻ തന്നെ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാകുന്നു. വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉള്ളവർ വൈറ്റമിൻസ് എടുത്തുകൊണ്ട് തന്നെ ആ ഡെഫിഷ്യൻസിയെ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ശരീരത്തെ എപ്പോഴും വൃത്തിയായും മോയ്സ്ചറൈസറായിട്ടും വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഹോർമോണൽ പ്രശ്നമുള്ളവരും സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ളവരൊക്കെ
കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മരുന്നെടുക്കുകയും എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ അറിയിച്ചുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക. ശരീരം കൂടുതൽ വിയർക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബാക്ടീരിയയെ തടയുവാനായിട്ട് ശരീരത്തെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വേർത്ത ശരീരം ഉടൻ തന്നെ കുളിച്ച് ശരീരം വൃത്തിയാക്കേണ്ടതാകുന്നു. സെബം സെക്രീഷൻ കൂടുതലുള്ളവരാണെങ്കിൽ സെബം സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്ന നിയാസിനമൈഡ് പോലെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വരുത്തുകയാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കുരുക്കളെ നമുക്ക് തടയുവാൻ സാധിക്കും. എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ചർമ്മത്തിൽ നിങ്ങൾ കാണുവാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ സഹായം തേടിക്കൊണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാകുന്നു. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.